ഇന്ന് അനിയൻ്റെ പെണ്ണിനെ കൊണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ചെക്കൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടാക്കുന്ന ചടങ്ങാണ്. അപ്പോൾ പെണ്ണില്ല ഇവിടെ, പെണ്ണ് 2 ദിവസം നിന്നിട്ട് പോയി. അപ്പോൾ പുയ്യാപ്പിള ഷോക്സൊക്കെ വലിച്ച് കയറ്റുന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ബാംഗ്ലൂരിൻ്റെ ഫൈനൽ കളി നടക്കുന്ന ആ ഒരു ദിവസമാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത്. സ്കൂളുള്ള ദിവസവും ആയിരുന്നല്ലോ, 7:15 ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അനിയത്തി ഹസ്ബൻഡും അവർ വരാനും കുറച്ച് ലേറ്റായി. ഇത് പുതിയ പെണ്ണില്ലാണ്ട് നടത്താൻ കാരണം എന്താ വെച്ചാൽ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പോൾ ഓറ് വന്നത് 28-നെങ്ങാണ്ടാണ്, 25-നാണ് കല്യാണം ഉണ്ടായത്. എന്തായാലും ഓർ വന്നിട്ട് തന്നെ ഈ പരിപാടി നടത്താന്നുള്ളതിൽ കുറച്ച് ലേറ്റായി. അപ്പോൾ പുതിയ പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. കണ്ണൂർ ഇപ്പോൾ കുറച്ച് അകത്തല്ല ചെക്കൻ്റെ വീട്ടിലും റൂമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും കുറേ റൂം ഒഴിവാണ്, എൻ്റെയും അനിയത്തിൻ്റെയും. നമ്മളൊക്കെ വീടെടുത്ത് മാറിയപ്പോൾ ആ റൂം അങ്ങനെയാണ് അനിയന് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ പെണ്ണിൻ്റെ റൂമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചെക്കൻ്റെ റൂം തന്നെയാണ് അനിയൻ്റെ റൂം എന്ന് പറയാം. പെണ്ണിൻ്റെ ഇത്താത്തയാണ് കേട്ടോ. ഹോർലിക്സ് കൊണ്ടെത്തുന്ന സാധാരണ പോലെ എടുക്കുമ്പോൾ ആ ഗ്ലാസ് എൻ്റെ മേത്തേക്ക് വീഴാൻ പോയി. അതാണ് കേട്ടോ ആ ഗ്ലാസ് ഇങ്ങനെ എടുത്തത്. നല്ല ചൂടുള്ള ഹോർലിക്സ് ആയിരുന്നു. അപ്പം മേലെ ഇത് ഇത്താത്തൻ്റെ റൂമാണ്. ആണുങ്ങൾ തിന്നുന്ന കഴിയുന്ന വരെയുള്ള ആ ഒരു വെയിറ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ആണുങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയ പിള്ളേരെല്ലാം പുഡിങ് അടിക്കുന്ന തിരക്കിലാണ്. അടിക്കണ ആരും പ്രത്യേകിച്ച് പറയേണ്ടവല്ല, എല്ലാവരും തിന്നോലും. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളും തിന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ദൂരത്തുനിന്ന് വന്നവരൊക്കെ ഫസ്റ്റ് തന്നെ ഉപ്പാനോട് യാത്ര വെച്ചിട്ട് ഇറങ്ങുന്നതാണ്. അനിയത്തി ഹസ്ബൻഡൊക്കെ പോയി. ഷെയ്ബ് വേറെ ആരെയോ അഥവാ പുതിയ ചിക്കൻ വേറെ ആരെയോ കൊണ്ടാക്കാൻ പോയിട്ടുള്ള വന്നിട്ട് വേണം നമ്മൾ ട്രിപ്പ് അടിക്കാൻ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സമയം മോള് പറഞ്ഞു, അയ്യോ ബാംഗ്ലൂരിൻ്റെ കളിയെന്നും പറഞ്ഞ് പഞ്ചാബിനെയാണ് നമുക്ക് ഇഷ്ടം, എന്നാലും തോറ്റുപോയി, എന്നാലും സാരമില്ല. പഞ്ചാബിനോടുള്ള ഇഷ്ടം ആ പ്രീതിയോടുള്ള ഇഷ്ടമാണ്. നമ്മൾ തന്നെ 90s അവരെ കണ്ടൊക്കെ വളർന്ന ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് കൂടുതൽ പഞ്ചാബിനോട് ഇഷ്ടമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ദുൽഖർ ഈ ഫ്രൈ കണ്ടപ്പോൾ എടുക്ക് എന്നിട്ട് എടുപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓടി വീട്ടിലേക്ക് വന്ന് മോൾ ഫസ്റ്റ് ഓണാക്കിയത് TV ആണ്. അപ്പോഴാണ് കാണുന്നത് ഒരു ബോളെങ്ങാനേ ഉള്ളൂ അടിക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ആ അടിയും വിജയാഹ്ലാദവും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം.